നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ പ്രതി ചെന്താമരയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതി ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റി. പുലർച്ചെ 1:30 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചെന്താമര ഇന്ന് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും. ഒളിവിൽ കഴിയവേ താൻ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടുവെന്ന് പ്രതി ചെന്താമര വ്യക്തമാക്കിയിരിക്കുന്നു. മലയ്ക്ക് മുകളിൽ പോലീസ് ഡ്രോൺ പരിശോധന നടത്തിയത് കണ്ടുവെന്നും മൊഴി നൽകി. അതേസമയം പ്രതി ചെന്താമരയെ തൂക്കിക്കൊല്ലണമെന്ന് സുധാകരന്റെ മക്കൾ ആവശ്യപ്പെട്ടു. ആനന്ദ് പുത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ്. ആനന്ദ, ഇനിയുള്ള നടപടിക്രമങ്ങളാണ് അറിയേണ്ടത്. രാവിലെ നമ്മൾ സംസാരിക്കുമ്പോഴും ഇനി എന്താണ്? കാരണം ജനരോഷമുണ്ട്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലും ജനങ്ങൾ കൂടി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്നലെ രാത്രി ഗേറ്റ് തകർത്തു? അതെ അതെ. അപ്പോൾ എന്താണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ? അതെങ്ങനെ പോലീസ് നടപ്പാക്കും? തീർച്ചയായിട്ടും വേണം. അതായത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ചെന്താമരയെ തൊട്ടടുത്തുള്ള ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും അയാൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു മണിക്കൂറിനകം പരമാവധി 9 മണിയോട് കൂടി തന്നെ മാധ്യമങ്ങളെ SP കാണുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അത്തരത്തിൽ ഈ കോടതിയിൽ ഹാജരാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. മാത്രമല്ല ഈ 5 ദിവസത്തിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകുക എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ചെന്താമരയുടെ വീടിന് മുമ്പിലാണ്. ഇതാണ് ആ നരാധവനായിട്ടുള്ള മനുഷ്യന്റെ വസതി. ഈ വസതിക്ക് മുമ്പിൽ ഇപ്പോഴും പോലീസിന്റെ കാവലുണ്ട്. ഒരു വിഭാഗം പോലീസുകാർ ഇവിടെ ഉണ്ട്. ഇന്നലെ ഇവിടേക്ക് വരുന്ന വഴിയാണ് ഇത്തരത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ മനുഷ്യന്റെ ഒരു വൈകൃതമായിട്ടുള്ള മനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. ഇതാണ് ഇയാളുടെ വീട്ടിലേക്ക് കിടക്കുന്ന കവാടം. ആ കവാടം ഈ തരത്തിൽ കമ്പി ഉപയോഗിച്ചുകൊണ്ട് മറച്ചിരിക്കുകയാണ്. പോലീസ് അടിയിലെ കമ്പി മുറിച്ചുകൊണ്ടാണ് അകത്തേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ അയൽവാസികൾക്കെല്ലാം ഏതൊരു കാലഘട്ടത്തിലും ഒരു പേടി സ്വപ്നമായിരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. സ്വാഭാവികമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അയൽവാസികൾ ഇയാളെ ഭയന്നിട്ടാണ് കഴിഞ്ഞിരുന്നത്. ഈ രണ്ടുപേർ കൂടാതെ ഒരു 3 പേരെ കൂടി ഇയാളുടെ ലിസ്റ്റിലുണ്ടെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിൽ ഈ ചെന്താമരയുടെ അയൽവാസിയായിട്ടുള്ള ഒരു ചേച്ചിയാണ്. ചേച്ചി, ഇയാൾ ഈ 2 പേരെ കൂടാതെ മറ്റു 3 പേര് ഇയാളുടെ ഒരു നോട്ടത്തിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൽ ഒരു അയൽവാസിയുടെ പേര് പറയുന്നുണ്ട്. ചേച്ചിയാണോ? ഞാനാണായിരുന്നു. ഇപ്പൊ ഇവര് 2 പേര് പെട്ടില്ലെങ്കിൽ എന്നെയാണ് അയാള് ഉന്നം വെച്ച് നടന്നത്. അവള് പറഞ്ഞ ഇയാൾ ഇവിടെ ഇറങ്ങിയ വഴിക്ക് പറഞ്ഞത് അവളിനെ കൊല്ലേണ്ട കാര്യം ഇവളിനെയായിരുന്നു ആദ്യം കൊല്ലേണ്ടത് എന്ന്. എന്താണ് ചേച്ചിയോട് എന്ത് വൈരാഗ്യം ഞങ്ങളെ പറയും. ഈ തൊട്ട വീടുകൾ എന്ത് വൈരാഗ്യം വരുന്നത്? കൂടാത്രം മന്ത്രം. അവര് എന്റെ കുടുംബം അവരായിട്ടാ പോയത്, അവരായി ചെയ്തത്. എൻ്റെ കുടുംബത്തിന് നാശമാക്കണം. ഞങ്ങൾ എന്താ പറയുക കൊടുത്ത് ഞങ്ങളൊരു അമ്പലങ്ങൾക്ക് പള്ളിയും പട്ടയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഇപ്പം പള്ളികളിലൊക്കെ മന്ത്രവാദം ചെയ്യണ്. വേലസ് കെട്ടിയിട്ടുണ്ട്, തകിട് കെട്ടിയിട്ടുണ്ട്. ഇതാ കണ്ട ഞങ്ങൾക്ക് ശക്തിയുണ്ട്. ശക്തിയാണ് ഈ കാണിക്കണതൊക്കെയാണെന്ന് അയാൾ പറയുന്നു. പൊതുവേ ഉള്ളത് ഇതേ തന്നെ വേഷം. ഒരു 5 മണിക്ക് എണിക്കും, ഒരു കുടം വെള്ളം കൊണ്ടുവരും. ഞാൻ 5 മണിക്ക് എണിക്കും. പെണ്ണിന് ചോറ് കൊടുത്തു വിടണം പറഞ്ഞിട്ട് വെളിയിലാ തീ കത്തിക്കും. 5 മണിക്ക് എണീറ്റ് പോകും. ചോറ് വെക്കും. ചോറ് വെച്ച് എന്താ പറയുക വെക്കാൻ വേണ്ടി എല്ലാം എടുക്കുമ്പോൾ ഇയാൾ 5 മണിക്കാണെങ്കിൽ ഒന്ന് പോയി കുളിക്കാൻ പോകും. കുളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുടം വെള്ളം കൊണ്ടുവരും. പിന്നെ ഉള്ളിൽ കയറി വാതിലടയ്ക്കും. പിന്നെ ആരുമില്ല, എൻ്റെ ആങ്ങളെയും എൻ്റെ അമ്മയൊക്കെ പോയി വാതിൽ തുറക്കും. പിന്നെ സിറ്റ് ഔട്ടിൽ 1 മണിക്കൊക്കെ രാത്രിയൊന്നും ഉറക്കൂല. സിറ്റ് ഔട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തിയാണ്. അത് കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കും. എന്നെ ക്ലാസ്സിൽ കൂടെ നോക്കും. ഇവിടെ നോക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ. ക്ലാസ്സിൽ തന്നെ നിന്ന് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. ആൾക്ക് ഇടത്തെ കൈയാണ് വശം ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. പിന്നെ അതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം ശ്രദ്ധിക്കില്ലല്ലോ. നമുക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയും ഭീതിയാണല്ലോ. അത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതായി അവിടെയൊക്കെ പോയി പറയും. അവൾ എന്നെ എൻ്റെ വീട്ടിലേക്ക് നോക്കണം. ഇപ്പം എൻ്റെ വീട് ഇയാളുടെ വീട് എത്ര ദൂരമാണ്. ഞാൻ ഇറങ്ങി അയാളുടെ വീട് അയാൾ എന്നെയും ശ്രദ്ധിക്കണല്ലേ. എൻ്റെ വീട്ടിലേക്ക് എന്തിനു നോക്കണം. ഇവിടെ എന്നെ ക്ലാസ്സിൽ കൂടെ എന്തിനു ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഇയാളുടെ വർത്താനം. ഭീഷണി ഉണ്ട്. അത് ആ ചേച്ചിനെ കൊല്ലുമ്പോൾ തന്നെ ഉണ്ട്. ആ ചേച്ചിനെ കൊല്ലുമ്പോൾ ഞാൻ മാവേലിക്ക് പോയി. ഞാനില്ല, ഞങ്ങൾ വന്നിട്ടാണ് ആ ചേച്ചിനെ പോയി. ഞാനും എൻ്റെ ആങ്ങളെയും കൂടിയാണ്. ഇവിടെ ആളിനെ കാണാനില്ല. അവർ പോയപ്പോൾ മുളകും മല്ലി ഇരിക്കുന്നു. പിന്നെ മറ്റേ ചെരുപ്പ് കിടക്കണു പറഞ്ഞിട്ട് വാതിലൊക്കെ തട്ടി തുറന്നില്ല. 2ാമത് പോയി തുറന്നപ്പോഴാണ് കൊന്ന് ഫ്രിഡ്ജ് അടിച്ചിട്ടിരിക്കണെന്ന് എൻ്റെ ആങ്ങളെ പോയി എടുത്ത്. ഇപ്പം ഞങ്ങൾ അങ്ങനെ എന്താ പറയുക അങ്ങനെയൊരു ഇതാണ് അതിനെ കാണിച്ചത്. അതിൻ്റെ ഭീതിനെ ഞങ്ങൾ വെളിയിൽ വന്നിട്ടില്ല. അതാണ് ഇയാൾ വന്ന വഴിക്ക് ഇയാൾ വന്നിരിക്കുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ഒരു 6-7 വർഷം ഇയാൾ വിട്ടിരിക്കുന്നു. അതെന്താ കാരണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വന്നിട്ടും ഒരു മാറ്റമില്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങോട്ടുള്ളവരുടെ അടുത്തൊക്കെ പോയി നല്ലവണ്ണം സംസാരിക്കുക. ജനങ്ങളിനെയൊക്കെ കയ്യിലാക്കി. അവസാനം ഞങ്ങൾക്ക് പഴിയുമായി. ഇപ്പം 2 കൊലപാതകം നടന്നു. അല്ല, ഇത്തരത്തിൽ ഈ ചേച്ചിക്ക് ഭീഷണിയുള്ള കാര്യം ചേച്ചി പോലീസ് സ്റ്റേഷനിലൊക്കെ പറഞ്ഞു. 3 പ്രാവശ്യം പോയി കംപ്ലൈന്റ് കൊടുത്തു.
2 പ്രാവശ്യം ഞാൻ തനിയെ പോയി പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം ഇതിലൂടെയുള്ള ആൾക്കാരത്തൊക്കെ ഒപ്പ് വാങ്ങിയിട്ട് എല്ലാവരും പേരെഴുതി എനിക്കാണ് ഭീഷണി, ഞാനൊരു കുട്ടീനെ വെച്ചിരിക്കുകയാണ്, ഞാൻ വികലാംഗിയാണെന്നും കൂടി പറഞ്ഞ് ഇവിടെയുള്ളവർ നീ കൊണ്ട് കൊടുക്ക്, അതിന് വാല്യൂ ഉണ്ട് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ട് ഇവരാരും അന്വേഷിക്കാൻ വരാതായപ്പോൾ പ്രസിഡന്റ് മെമ്പർമാരൊക്കെ ഒപ്പ് വാങ്ങിയിട്ടാണ് ഞാൻ പോയി കൊടുത്തിട്ട് ഇവരാരും ശ്രദ്ധിച്ചില്ല, അവർ വന്നുമില്ല. എന്താണെന്നും കൂടി അതിൻ്റെ ഒരു ഇത് ചിലർ മാനസികമായി ആശുപത്രി കൊണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയും. അപ്പം ഒരു ബന്ധുക്കാരനെ വിളിച്ച്, ഞങ്ങൾ അങ്ങനെ അയാളെ പറഞ്ഞില്ല, ഒരു ബന്ധുക്കാരനെ വിളിച്ച് ഇതിൽ ഏൽപ്പിക്കണം, ഇവിടെ വന്ന് താമസിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞ കംപ്ലൈൻറ്റ്. അങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ട് പിന്നെ അത് ചെയ്തിട്ടാണ് പിന്നെ സുധാകരേട്ടനെ വിളിച്ച് ഈ മരിച്ചു പോയ ആളിനെയും അതിലുള്ള മകളിനെയും വിളിച്ചിട്ട് ഒന്ന് പോലീസ് സ്റ്റേഷൻ, നിങ്ങളാണ് ബാധിക്കപ്പെട്ടത്, നിങ്ങളുടെ അമ്മനെയാണല്ലോ കൊന്നത്, അപ്പം നിങ്ങൾ പോയി പറയും. അപ്പം ആ കുട്ടി പോയി, ആ കുട്ടിൻ്റെ ഫ്രണ്ടായിരുന്നു SI എന്നാണ് പറയുന്നത്. അത് ഫ്രണ്ടിൻ്റെ അച്ഛനാണ് SI. ഇവർക്ക് പഴയ ആൾക്കാരൊക്കെ മാറി പോയി. പുഷ്പ ചേച്ചി പുതിയ ആൾക്കാരായിരുന്നു. ഞാൻ കംപ്ലൈൻറ്റ് അന്ന് വൈകുന്നേരം ഒരു പോലീസുകാരൻ വന്ന് ഇങ്ങനെ വാതിലൊക്കെ തട്ടി ചന്താമരയെ വിളിച്ചപ്പോൾ അയാൾ ബൈക്കും കൊണ്ടാണ് വന്നത്. ചന്താമരയെന്ന് വിളിച്ചപ്പോൾ അയാൾ ഇറങ്ങിയില്ല. പിന്നെ ചന്താമര ഞാനാണ് പറഞ്ഞപ്പോൾ പിന്നെ ഇറങ്ങി. അവർ പന്നിപ്പടക്കം വെച്ച് എറിയണു, കണ്ണിക്കണ്ട തൊണ്ടെന്നെറി. എൻ്റെ പഴയ സ്വഭാവമാണെങ്കിലേ എൻ്റെ മകളുടെ ഭർത്താവ് പോലീസാണ്, എൻ്റെ മകൾ വലിയ ഉദ്യോഗസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. നോക്കപ്പോൾ അപ്പോളെ അയാൾ കൊല വിളിക്കുന്നുണ്ടായിരുന്നു. അറിവുള്ള പോലീസുകാരാണെങ്കിൽ അത് അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ ഒരു കൊല നടത്തിയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ അയൽവാസിയായിട്ടുള്ള ചേച്ചി പറയുന്നത്. അതായത് തുടക്കം മുതൽ ഇത്തരത്തിൽ ജയിലിൽ നിന്ന് വന്നതിന് ശേഷവും ആ തരത്തിൽ വൈകൃതമായിട്ടുള്ള സ്വഭാവങ്ങൾ തന്നെയാണ് അയാൾ കാണിച്ചിരുന്നത്. പോലീസിൽ കൃത്യമായിട്ട് പരാതി നൽകിയിട്ടും വേണ്ട വിധത്തിൽ നടപടി തുടക്കത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പരാതി. ശരി, നാട്ടുകാരിൽ ചിലരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അതായത് ഇപ്പോഴും അയാളെ പേടിക്കുന്നുണ്ട് ആ സമൂഹം, എങ്ങനെയും പുറത്തു വിടരുതേ, തൂക്കുകയർ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചുറ്റുവട്ടത്തുള്ളത്. അതായത് അത്രയും സൈക്കോ മാനസിക വൈകൃതങ്ങൾ കാണിച്ചിരുന്ന ഒരാളാണ് എന്നാണ്. പക്ഷേ വീക്ക്നെസ് കൊല മാത്രമല്ല, വിശപ്പും വീക്ക്നെസ് ആയതാണ് ഒരു പക്ഷേ ഇത്ര പെട്ടെന്ന് പിടിയിലാകാൻ ഒരു കാരണമായി തോന്നുന്നു. അതായത് കഴിഞ്ഞ 2 മണിക്കൂർ വാർത്തയുടെ ഒഴുക്കായിരുന്നു.